ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി നന്നായി ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് മുന്നേ തന്നെ നമ്മുടെ കടച്ചക്ക ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കടച്ചക്ക ഇവിടെ നന്നായി കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അത്യാവശ്യത്തിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ചട്ടിയൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള സബോള അരിഞ്ഞതും പിന്നെ 2-3 പച്ചമുളക് കീറിയതും പിന്നെ വേപ്പിൻ്റെ ഇലയും അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വാട്ടി വരണം. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടി ഒരു 4 കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നമ്മുടെ സബോളയിലേക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇറച്ചി മസാലയാണ്, അല്ലെങ്കിൽ ചിക്കൻ മസാല. കടച്ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കൂട്ടാൻ ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായി ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിത്തെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.